നമസ്കാരം. റഫ്ലോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള തങ്ങളുടെ ആദ്യ സന്നാഹ മത്സരത്തിൽ അർജൻറ്റീന ഹോണ്ട്രാസിനെ പരാജയപ്പെടുത്തിയല്ലോ. പക്ഷേ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അർജൻറ്റീനയെ വിടുന്നില്ല. ഇപ്പോൾ ലയണൽ സ്കലോനി കളിക്ക് ശേഷം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് താരങ്ങളെ, പരിക്കിൻ്റെ പ്രശ്നങ്ങളുള്ള താരങ്ങളെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ പ്രശ്നമുണ്ട്, ബലേഡിയുടെ പരിക്ക്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് മാത്രമല്ല, ബലേഡിയുടെ പരിക്ക് മാത്രമല്ല, വി ഹാവ് മെനി പ്ലെയേഴ്സ് ഹു ആർ അറ്റ് 100%. അദ്ദേഹം പറഞ്ഞു, വി ആർ നോട്ട് അറ്റ് 100% വിത്ത് ഓൾ ഓഫ് അവർ പ്ലെയേഴ്സ്. ഞങ്ങളുടെ എല്ലാ താരങ്ങളുടെ കാര്യത്തിലും 100% അല്ല, പലർക്കും പ്രശ്നങ്ങളുണ്ട്. അത് സെൻട്രൽ ബാക്ക് പൊസിഷൻ മാത്രമല്ല, മറ്റു പൊസിഷനുകളിലും മാറ്റങ്ങൾ ഒരു പക്ഷേ വരുത്തേണ്ടി വന്നേക്കും. അതുകൊണ്ട് തന്നെയാണ് വരുന്ന മത്സരം ഐസ്ലൻഡിനെതിരെയുള്ള കളിയോടുകൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായിട്ടൊരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റും. പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അണ്ടിൽ ട്യൂസ്ഡേ, അതായത് അടുത്ത സന്നാഹ മത്സരം വരെ ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കുന്നില്ല എന്നാണിപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആശങ്ക വ്യാപകമായിട്ടുണ്ട്. കോച്ച് പക്ഷേ ക്ലിയർ ചെയ്ത് പറഞ്ഞ ചില പേരുകളുണ്ട്. നിക്കോ പാസ് ഈസ് അവൈലബിൾ. അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നു, മറ്റു പ്രശ്നങ്ങളില്ല, അദ്ദേഹം ഓക്കെയാണ്. നോ കൺസേൺസ് റിഗാർഡിങ് ഹുലിയൻ ആൽവാരസിൻ്റെ കാര്യത്തിലും ആശങ്കകളില്ല. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റാകും. ലിയോ മെസ്സി ഓൾറെഡി ട്രെയിനിങ് ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ പ്രശ്നമുള്ള ഏരിയകൾ ഏതാണ്? 3 പൊസിഷനുകളിലാണിപ്പോൾ, അല്ലെങ്കിൽ 3 താരങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്, ആശങ്കയുള്ളത് എന്നാണ് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ 3 താരങ്ങൾ, ഒന്ന് തീർച്ചയായിട്ടും റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കാനുള്ള നാഹുൽ മൊളീന, ഒപ്പം ഗോൺസാലോ മുണ്ടിൽ. അപ്പോൾ ആ പൊസിഷൻ പ്രശ്നമാണ്. പിന്നെ ലിയാൻഡ്രോ പെരേഡസ് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് പരിക്ക് പറ്റിയതാണ്. അപ്പോൾ ഈ 3 താരങ്ങളുടെ കാര്യത്തിലാണ് ആശങ്കയുള്ളത്. പിന്നെ ഇപ്പോൾ ബലേഡിക്ക് ഏറ്റവും ഒടുവിൽ പരിക്കും പറ്റി. അപ്പോൾ മൊത്തത്തിലാകെ ആശങ്കയിൽ നിൽക്കുന്നത് ആ പൊസിഷനുകളാണ്. അപ്പോൾ കോച്ച് പറയുന്നുണ്ട്, ഇതുവരെ ഞങ്ങൾ റീപ്ലേസ്മെൻറ്റ് എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ പെട്ടെന്നൊരു ആശങ്കയുടെ കാര്യമില്ല. കുറേ താരങ്ങൾ ഇപ്പോഴും ഫുള്ളി ഫിറ്റല്ല. ഇനിയൊരു കളി കൂടി ഉണ്ട് താരങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അസസ്മെൻറ്റ് നടത്താൻ. സോ വി ആർ നോട്ട് ഗോയിങ് ടു റഷ് എനി ഡിസിഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. വി വിൽ വെയിറ്റ് അണ്ടിൽ ട്യൂസ്ഡേ ബിഫോർ ഡിസൈഡിങ് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ചില താരങ്ങളുടെ കാര്യത്തിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ കോച്ചിൻ്റെ ഇന്നത്തെ ആ പ്രസ് കോൺഫറൻസ് കണ്ടാൽ, അതൊരു സമ്മറി നമ്മൾ എടുത്താൽ, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ലിയോ ബലേഡീസ് റീപ്ലേസ്മെൻറ്റ് വിൽ നോട്ട് ബി ഡിസൈഡഡ് അണ്ടിൽ ആഫ്റ്റർ ദി മാച്ച് അഗെയിൻസ്റ്റ് ഐസ്ലാൻഡ്. പെട്ടെന്നൊരു റീപ്ലേസ്മെൻറ്റ് ഇല്ല, ഐസ്ലാൻഡിനെതിരെയുള്ള കളിക്ക് ശേഷമാണ് ആ തീരുമാനം എടുക്കും. മറ്റൊരു ചേഞ്ചിനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ബലേഡിയെ മാത്രമല്ല റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ളൂ, മറ്റ് ചില സാധ്യതകൾ കൂടിയുണ്ട്. പല താരങ്ങളും ഫുള്ളി ഫിറ്റ് അല്ല എന്ന് തന്നെ കോച്ച് പറഞ്ഞു. മൂന്നാമതായിട്ട് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്, നിക്കോ പാസ് ഈസ് ഫിറ്റ്, അവൈലബിൾ ആൻഡ് ട്രെയിനിങ് നോർമലി. പിന്നെ ഹുലിയൻ ആൽവാരസ് ഈസ് എക്സ്പെക്റ്റഡ് ടു റെഡി ഫോർ അർജന്റീനാസ് വേൾഡ് കപ്പ് ഓപ്പണർ അഗെയിൻസ്റ്റ് അൾജീരിയ. അപ്പോൾ അതാണ് അതിൽ കൃത്യമായിട്ടുള്ളത്. ഏതായാലും 100% ഫിറ്റ് അല്ലാത്ത താരങ്ങളുണ്ട് എന്ന് പറയുന്നത് നിക്കോ പാസിനെയും ഹുലിയൻ ആൽവാരസിനെയും കുറിച്ചല്ല എന്നുള്ളത് വ്യക്തമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.